ഞാൻ അതിൽ കൃത്യമായി മറുപടി പറയാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട ബി.ജെ.പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. കാരണം അവർ രണ്ടുപേരും പറഞ്ഞ ഹിന്ദു ഐക്യവേദി സംഘപരിവാര സംഘടനയിൽ ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ താങ്കൾ ബി.ജെ.പി അല്ല എന്ന് പറയുന്നത് ബി.ജെ.പി മോശപ്പെട്ട ഒരു പാർട്ടിയാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഒരു പുതിയ അറിവാണ്. അതെന്തായിരുന്നാലും പൊളിറ്റിക്കൽ പാർട്ടി അല്ലാന്നാണ്, മോശപ്പെട്ട പാർട്ടിയാണെന്നുള്ള അർത്ഥത്തിലല്ലോ. താങ്കൾ ആവർത്തിച്ച് ഞാൻ ബി.ജെ.പിയുടെ പ്രതിനിധിയല്ല, ഞാൻ ബി.ജെ.പിയുടെ പ്രതിനിധിയല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ കരുതുന്നത് പാർട്ടിയും പ്രതിദാനം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് സംഘപരിവാര കടന്നു വന്നിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോട്ടെ, നമ്മുടെ സംഘപരിവാർ സംഘടനകൾക്ക് ഓരോന്നിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ടെന്ന്. സംഘപരിവാർ സംഘടനകൾക്ക് ഓരോന്നിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്. അതിന്റെ ആകെത്തുക എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകത്തുകയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ മാവോയിസ്റ്റ് എന്ന് വിളിച്ചാൽ മതിയോ? അല്ല, നിങ്ങൾക്കല്ലാതെ തന്നെ ഇവിടെ നിങ്ങൾക്കെതിരായി സമരം ചെയ്യുന്നവരെ അർബൻ നക്സലുകൾ എന്നാണ് നിങ്ങൾക്കെതിരായി എന്തെങ്കിലും ശബ്ദം ഉയർത്തുന്ന സ്റ്റാൻ സ്വാമി മുതൽ ഇങ്ങ് പിണറായി വിജയനെ വരെ നിങ്ങൾ വിളിക്കുന്നത് അർബൻ നക്സൽസ് എന്നാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾക്ക് മാത്രമേ ചില വാക്കുകൾ പറയാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ചിലതൊക്കെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സുകൂടെ ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി കഴിയണം. അല്ലാതെ വെറും RSS മാത്രമാകരുത് എന്ന എളിയ അഭ്യർത്ഥന